രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്കും ഒപ്പം തന്നെ ചില പ്രസംഗങ്ങളും പ്രതികരണങ്ങളുടെയും എല്ലാം മൂർച്ച വർദ്ധിക്കുന്നുണ്ട്. 56 ഇഞ്ചിനെ നല്ല 916 ആയി ട്രോളിക്കൊണ്ട് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. എന്താണ് ഈ രാജ്യത്തിന്റെ ഫോറിൻ പോളിസി എന്നതിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഒരു സ്റ്റേജിൽ നടത്തിയ പ്രകടനം അത് പതിവ് കാഴ്ചകൾക്ക് വിപരീതമാണ്. ഫോറിൻ പോളിസി ഇസ് ദിസ്. अब पता नहीं किसने डाला, कहां से घुसा. कैच इन द इग्नोरेंस. फॉरेन पॉलिसी. एक चीज पूछ सकता हूं? हाँ. मिलनी समझ के तो नहीं पकड़ा था. I have not reached there yet. But पता नहीं कहां से घुस गया कि फॉरेन पॉलिसी का मतलब नेताओं से गले लगना. അതെ, കൃത്യമാണ്. എന്താണ് ഈ രാജ്യത്തിന്റെ ഫോറിൻ പോളിസി എന്ന് പറഞ്ഞാൽ നികുതിപ്പണം കോടികൾ പൊടിക്കുന്നു. ആയിരക്കണക്കിന് കോടി രൂപയുടെ നികുതിപ്പണം പൊടിച്ചുകൊണ്ട് ഈ ലോകത്തുള്ള സകലമാന ഇടങ്ങളിലേക്കും പാറി നടക്കുകയാണ്. പാറി നടന്നിട്ട് ആകെ ഈ നാട്ടിൽ കാണാൻ പറ്റുന്നത് ഈ രാഹുൽ ഗാന്ധി കാണിച്ചതുപോലുള്ള ദൃശ്യമാണ്. ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നത് സംഖ്യകൾ ഒപ്പയെടുത്തിട്ട് ഇതാ നയതന്ത്ര ബന്ധം, ഫോറിൻ പോളിസി എന്ന് പറയുകയാണ്. പക്ഷേ ഈ നാടിന്റെ പണം കൊള്ളയടിച്ചു കൊണ്ടുപോയ വിജയ് മല്യ ആയിക്കോട്ടെ, മെഹുൽ ചോക്സ്കി ആയിക്കോട്ടെ, ലളിത് മോഡി ആയിക്കോട്ടെ തുടങ്ങി പലരും ഇപ്പോൾ ഈ നയതന്ത്ര ബന്ധം ഊഷ്മളമാണെങ്കിലും ഇവരെയൊന്നും പിടിക്കാനോ ഈ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശേഷി നമ്മുടെ നയതന്ത്ര ബന്ധത്തിനുണ്ടായിട്ടില്ല. പക്ഷേ കൂടെ കൂടെ ഓരോ രാജ്യങ്ങളിൽ ചെല്ലുന്നു, ചോക്ലേറ്റ് കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, ഡ്രം കൊട്ടുന്നു, ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഈ രാജ്യത്തുള്ള ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം എന്ത് ഗുണമാണുള്ളത്? ഗുണം നമ്മൾ കണ്ടതാണ്. മൈഗ്രൻസ് ആയിട്ട് അല്ലെങ്കിൽ കുടിയേറ്റക്കാരായി അമേരിക്കയിലേക്ക് ചെന്ന ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ച് അടിമകളെ പോലെ കൊണ്ടുവന്ന് നടതള്ളിയിട്ട് പോയ കാഴ്ച നമ്മൾ കണ്ടു. ആ കാഴ്ചയും ഈ പ്രകടനമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഷോ മാത്രമേ ഉള്ളൂ. ആ പൊടിച്ചു കളഞ്ഞ പണം ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടിലെ ദരിദ്ര നാരായണന്മാരായിട്ടുള്ള മനുഷ്യരുടെ പട്ടിണി അകറ്റാനെങ്കിലും കഴിയുമായിരുന്നു. ഒരു മനുഷ്യൻ പൊടിച്ചു തീർത്തത് 1000 കോടി രൂപയിലേറെ എന്ന് പറയുമ്പോൾ എന്തൊരു ആഡംബരമാണ് ആ വ്യക്തിയെന്നും അദ്ദേഹത്തിന്റെ ഫോറിൻ പോളിസി തട്ടിപ്പിനെ കുറിച്ചൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് വെറും വാക്കുകളായിട്ടല്ല, ജസ്റ്റ് ചില അഭിനയത്തിലൂടെയൊക്കെ അത് ബോധിപ്പിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ ഷോ ഓഫുകളെ കുറിച്ചൊക്കെ ജനങ്ങളെ ചിന്തിപ്പിക്കാൻ അവസരമുണ്ടാക്കുന്ന രീതിയിലേക്കൊക്കെ രാഹുൽ ഗാന്ധി മാറുന്നത് ഒരു പ്രതീക്ഷ തന്നെയാണ്. ഫോറിൻ പോളിസി ഇസ് ദിസ്. अब पता नहीं किसने डाला, कहां से घुसा. कैच इन द इग्नोरेंस. फॉरेन पॉलिसी. एक चीज पूछ सकता हूं? हाँ. मिलनी समझ के तो नहीं पकड़ा था. I have not reached there yet. But पता नहीं कहां से घुस गया कि फॉरेन पॉलिसी का मतलब नेताओं से गले लगना.